ഒരു 90 കോടിയോളം മാസാന്തം നഷ്ടം KSRTCക്ക് വരിക. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഡൽഹിയിൽ പോകുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ KSRTCയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. 2024 സെപ്റ്റംബറിൽ 8.29 കോടിയായിരുന്ന റെക്കോർഡ് ഡിസംബറിൽ 9 കോടിയും കടന്നു. 2025 സെപ്റ്റംബറിൽ ആദ്യമായി 10 കോടി ക്ലബിലെത്തിയ KSRTC പുതിയ വർഷം 13 കോടി എന്ന സ്വപ്നസംഖ്യയും പിന്നിട്ടിരിക്കുകയാണ്. കട്ടപ്പുറത്തിരുന്ന ബസ്സുകൾ നിരത്തിലിറക്കിയും പുതിയവ എത്തിച്ചും യാത്രക്കാരെ ആനവണ്ടിയിലേക്ക് തിരിച്ചെത്തിക്കാൻ മന്ത്രിക്കായി. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ സാധാരണക്കാരെ ചേർത്തുപിടിച്ചാണ് ഈ വിജയമെന്നത് നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നു.